അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഭൗതികമായ ഇത് പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു ഭാഷയാണ്, ഒരു കംഫർട്ട് സോൺ. ഇപ്പം കന്യാസ്ത്രീമാരായാലും നല്ല മഠത്തിൽ നോക്കണേ, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനും കൂടി ഇല്ലാത്ത മഠത്തിൽ പോയിട്ട് കാര്യമില്ല. ഇത് എവിടെ കേട്ട ഡയലോഗ് ആർത്തറിയാം? അൽഫോൻസാമ്മയെ കുറിച്ചുള്ള ആ ചിത്രത്തിൽ കേട്ട. നീ ആ ഏത് കഞ്ഞി മഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മഠം എന്നറിയാമോ? പൂവർ സിസ്റ്റേഴ്സ്, പൂവർ ക്ലെയേഴ്സിനാണ്, പാവപ്പെട്ട പൂവർ ക്ലെയേഴ്സാണ് ആ കോൺഗ്രിഗേഷൻ്റെ പേര്. ഏത് ക്ലാരമഠം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പോകണ്ട, അവിടെ കഞ്ഞി പോലും കിട്ടാത്ത. നീ വല്ല നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉള്ള മഠത്തിൽ പോകും. ഇന്ന് ആരെങ്കിലും മഠത്തിൽ പോയിട്ട് ഒരാളുടെ ഉപദേശം ചെയ്യിക്കുകയാണെങ്കിൽ ആ ആൾ എന്ത് പറയും? ആ ആൾ പറയാൻ പോകുന്നത് ആരെന്ന് ഇപ്പോൾ പറയണ്ട, ആരോട് ചോദിച്ചാൽ ഇന്ന മടക്കാർക്ക് നല്ല സാമ്പത്തിക ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ ചെല്ല്, നിനക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടി വരില്ല. കണ്ടോ, ഇപ്പോൾ പറഞ്ഞിട്ട് അച്ഛന്മാരായാൻ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിവേ, നമ്മളിപ്പോൾ ഒരു ഫരിസേനായിട്ട് അവരെ കുറ്റം പറയേണ്ട, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കുറ്റം പറയേ വേണ്ട നമുക്ക്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ മനുഷ്യരുടെ നോട്ടം മുഴുവനും ഈ ജീവിതത്തിനാണ്. ആ ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഇത് ഞാൻ തമാശ പറയണതല്ല, ഈ ലക്ഷ്യമാണ് നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റം. നമുക്കുണ്ടാകേണ്ട ലക്ഷ്യം ഈ ജീവിതത്തിനപ്പുറത്ത് അതിശക്തമായ, കണ്ണു കാണാത്തത് കാത് കേൾക്കാത്തത് മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അതിശക്തമായ ഒരു ജീവിതമുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വേണം ഇവിടെ ജീവിക്കുമ്പോൾ. ആ വിശ്വാസമാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. ഇവിടെ ഇപ്പോൾ പോയി ഈ കടബാധ്യത മാറി, അത് മാറി, ഇത് മാറി, അതൊക്കെ മാറുമായിരിക്കും, അതെല്ലാം താനേ മാറും. അതിനൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഉന്നതത്തിലുള്ളത് വിശ്വസിക്കുമ്പോൾ ഇവിടെയുള്ളത് താനേ ഉണ്ടായിക്കോളും. ഇപ്പോൾ മനസ്സിലായോ പൊളിച്ചുപണി ആവശ്യമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മുടെ പ്രാർത്ഥനാ രീതികളും എല്ലാത്തിനും ഉന്നതമായ ഒരു മാനം വേണം. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ഓക്കെ, അപ്പോൾ കം ബാക്ക്. അപ്പോൾ മരണം എന്നത് എന്തിനു വേണ്ടിയാണ്? മരണത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരൂഹമായിരിക്കുന്നത്. മരണത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരൂഹമായിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശാരീരിക മരണം സ്വാഭാവികമാണ്. പക്ഷെ വിശ്വാസമനുസരിച്ച് അത് യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ വേദനമാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. അതിനാൽ അവർക്ക് അവൻ്റെ ഉത്ഥാനത്തിലും പങ്കുചേരാം. ഇനി അപ്പം ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തു മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം മരിക്കുക എന്നാണ് അർത്ഥം. മാത്രമല്ല തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ കണക്കാക്കുന്നു. അതെല്ലാവരും പറഞ്ഞ് 1020. തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർക്കും. ഇനി അപ്പോൾ അതാണ് മരണം. ഇനി മരണത്തെക്കുറിച്ച് ഒരു സെൻറ്റൻസ് കൂടി. തനത് വിധി എന്നുള്ള ടോപ്പിക്കിലാണത്. അടുത്തത് എന്താ? തനത് വിധി.
തനത് വിധി സമയത്ത് പറയുന്നൊരു കാര്യം, മരണം ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ ഉള്ള അവസാനത്തെ നിമിഷമാണ്. അതായത് ഒരു നിമിഷം മുമ്പ് വരെ, ഭരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് വരെ വേണമെങ്കിൽ അയാൾക്ക് രാജ്യം മാറാം, അയാൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം. അതാണ് നല്ല കള്ളൻ്റെ ഉദാഹരണം, അതാണ് പ്രൻസീനിയുടെ ഉദാഹരണം. എന്ന പോലെ ഏത് മനുഷ്യനും ആ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ക്രിസ്തുവിൻ്റെ ഈ കൃപാവരത്തെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള അവസരമുണ്ട്. അങ്ങനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതനുസരിച്ചായിരിക്കും മരണസമയത്ത് തന്നെ അവൻ്റെ വിധി. അതാണ് തനത് വിധി എന്ന് പറയുന്നത്, തനത് വിധി. അപ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വിധിക്കപ്പെടുന്നു. ഇന്നലെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ ആലോചിച്ച ഇത് നമ്മൾ പറയുന്നതിൻ്റെ ഒരു പ്രീലൂഡ് വായിക്കുകയാണെന്ന് ഒരു ട്യൂൺ മുൻപിട്ട് തന്നതാ ഇന്നലെ നമുക്ക്. അതിൽ പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള സ്വർഗഭാഗ്യമോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെയുള്ള സ്വർഗഭാഗ്യമോ അല്ലെങ്കിൽ നേരിട്ടുള്ള നരകമോ ആയിരിക്കും. അപ്പോൾ ഇത് തനത് വിധിയിൽ സംഭവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്തടിച്ച് ബോറടിക്കുന്നുണ്ടോ? ഇത് ഇത്തിരി കഠിനമാണോ? ഇത് അറിയാൻ കുർബാനയ്ക്ക് സമയമായി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിർത്താം, നമുക്ക് തനത് വിധിയിൽ നിർത്താം. ഇനി ഇത് കഴിഞ്ഞാൽ സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അതെല്ലാം നമ്മൾ കുർബാനയ്ക്ക് ശേഷം പഠിക്കാം. ഓക്കെ, നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോവുകയില്ലയോ? യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കൊണ്ടുപോകും. യേശുവിൽ വിശ്വസിക്കുന്നു. ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ ഈ ബോധ്യങ്ങളോടെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കേട്ട കുരിശിൻ്റെ ഭാഗ്യവും ആ സഹനവും എല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും എല്ലാ കഷ്ടതകളും ദൈവത്തിൻ്റെ ഈശോയുടെ പീഠാനുഭവത്തിലൂടെ സമർപ്പിച്ച് ഇന്നത്തെ കുർബാനയിൽ അതെല്ലാം നമുക്ക് ഉത്ഥാനമായിട്ട് നമുക്ക് മാറ്റാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാം.